നിറങ്ങളുള്ളൊരു ശലഭം ഭാഗം 9. അന്ന് രാവിലെ ആദിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഹലോ ആദി, ഇത് അനിരുദ്ധനാണ്, അല്ലിയുടെ ഫാദർ. പറഞ്ഞോളൂ അങ്കിൾ, ആദി പറഞ്ഞു. ആദി എനിക്കൊന്ന് മീറ്റ് ചെയ്യണമായിരുന്നു. അതിനെന്താ അങ്കിൾ, ഞാൻ വീട്ടിലേക്ക് വന്നോളാം. അത് വേണ്ട ആദി, എനിക്ക് ടൗൺ വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ഓഫീസിൽ വന്ന് ഞാൻ ആദ്യം കണ്ടോളാം. ഞാൻ ഉച്ചയോടെ എത്താം. ആദ്യം ഉണ്ടാവില്ലേ? ഓക്കെ അങ്കിൾ, ഞാനുണ്ടാവും. അനിയോട് കൂളായി സംസാരിച്ചെങ്കിലും എന്തിനാവും അദ്ദേഹം വരുന്നതെന്ന് ഓർത്തപ്പോൾ ആദിക്ക് ടെൻഷനായി. നോ പറയാനായിരിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു. എസ് പറയണ്ടായിരുന്നെങ്കിൽ ഫോണിലൂടെ പറയുമായിരുന്നല്ലോ. അങ്ങനെ തിരക്കുകളൊക്കെ ഒതുക്കി ആദ്യം അല്ലിയുടെ അച്ഛനെ വെയിറ്റ് ചെയ്തു. ഉച്ച കഴിഞ്ഞാണ് അനിരുദ്ധൻ അവിടെ എത്തിയത്. ആദിയുടെ റൂമിലേക്ക് കയറിയ ആനി ആദ്യമായി യൂണിഫോമിൽ കണ്ടതും അത്ഭുതത്തോടെ നോക്കി. ഇരിക്കങ്കിൾ, കുടിക്കാൻ ലൈം പറയാം, ആദി പറഞ്ഞു. വേണ്ട ആദി, ഇപ്പോൾ കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഓക്കെ അങ്കിൾ, എന്താണ് കാണണമെന്ന് പറഞ്ഞത്? ആദി ചോദിച്ചു. ആദ്യം കഴിഞ്ഞ ദിവസം അല്ലിയെ കണ്ടിരുന്നു അല്ലേ? അല്ലി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. അവളുടെ മറുപടി ഞാൻ നേരിട്ട് വന്ന് പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ വന്നത്. അനി പറയുന്നത് കേട്ട് ആദിയുടെ മുഖമൊന്ന് മങ്ങി. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ മുഖത്തൊരു പുഞ്ചിരി വരുത്തി. എനിക്ക് മനസ്സിലാവും അങ്കിൾ, അല്ലിയെ പോലൊരു കുട്ടിക്ക് ഞാൻ പറഞ്ഞതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു ഫാമിലിയിൽ നിങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടി വളർന്ന അല്ലിക്ക് ഇങ്ങനൊരു മാരേജ് ഇഷ്ടമാവില്ല. ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ഓക്കെ അങ്കിൾ, ആദി തൻ്റെ മുഖത്തെ പുഞ്ചിരി മായാതെ തന്നെ പറഞ്ഞു. അതെ ആദി, ആദ്യം പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുപാട് സ്നേഹം അല്ലിക്ക് കിട്ടുന്നുണ്ട്. അല്ലി എന്തിനാണ് ആദ്യം പറഞ്ഞതുപോലെ ആദ്യത്തെ സ്നേഹം കിട്ടാൻ കാത്തിരിക്കുന്നത്, അല്ലേ? അനി ചോദിച്ചു. ആദ്യ വിഷമത്തോടെ പുഞ്ചിരിച്ചു. അതെ അങ്കിൾ, അല്ലിക്ക് നല്ലൊരു പാർട്ട്ണറെ കിട്ടും. നല്ല കുട്ടിയാണ്, ആദി പറഞ്ഞു. അറിയാം ആദി, അവൾക്ക് നല്ലൊരു പയ്യനെ ഞാൻ കണ്ടുപിടിക്കും. പക്ഷേ അവൾ പറയുന്നതാണെന്നോ, അവൾക്ക് ഞങ്ങളെ കൊടുത്ത സ്നേഹമൊക്കെ പങ്കിട്ട് കൊടുക്കാൻ അവൾക്ക് IPS മതിയെന്ന് അനി പുഞ്ചിരിയോടെ പറഞ്ഞു. അനി പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ ആദ്യ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അതേടോ, അവൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ഈ IPS മതി. അത് കേട്ടതും ആദിയുടെ മുഖത്ത് നേരത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണുന്നത്. താങ്ക് യു അങ്കിൾ. എന്തിനാണോ ഈ താങ്ക് യു ഒക്കെ? ഞാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ വേഗം തീരുമാനിക്കാം. അപ്പോൾ ശരിയടോ, ഞാൻ ചെല്ലട്ടെ. അനി പോവാൻ ഇറങ്ങിയതും ആദ്യം അനിയെ വിളിച്ചു. അങ്കിൾ, ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല കൃതിയെ, ആദ്യം പറഞ്ഞു. അനി അവനെ നോക്കി പുഞ്ചിരിച്ചു. അതിലുണ്ടായിരുന്നു അവനിലുള്ള അയാളുടെ വിശ്വാസം. അന്ന് രാത്രി അല്ലിയുടെ ഫോണിലേക്ക് ആദിയുടെ കോൾ വന്നു. കൃതി, അവൻ വിളിച്ചു. സർ, കൃതി വിവാഹത്തിന് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ആദി പറഞ്ഞു. എനിക്ക് സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നു. കൃതി ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ, ആദി ചോദിച്ചു. എനിക്കങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലോ? നമുക്ക് ആദ്യം നല്ല ഫ്രണ്ട്സ് ആവാം, അല്ലേ സാർ? ആവാം അല്ലേ? കൃതി, വിൽ യു ബി മൈ ഫ്രണ്ട് ഫോർ എവർ? അവൻ്റെ ആ ചോദ്യത്തിൽ അവൻ പ്രപ്പോസ് ചെയ്തതുപോലെ അയാൾക്ക് ശ്വാസം മുട്ടിപ്പോയി. കൃതി, ആർ യു ദേർ? ആദ്യം വീണ്ടും ചോദിച്ചു. യെസ്, ഐ മീൻ മൈ ആൻസർ ഇസ് യെസ്. അല്ലി നെഞ്ചിൽ കൈ വെച്ചു. ഹൃദയം വേഗത്തിൽ മിടിക്കുന്നുണ്ട്. അല്ലി ഒരു ദീർഘനിശ്വാസം എടുത്തു. അല്ലിയുടെ ആൻസർ കേട്ട് ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു. സോ ഇന്ന് മുതൽ കൃതി എൻ്റെ ഫ്രണ്ട് കൂടെയാണ്, അല്ലേ? അതെ. അപ്പോഴേക്കും അല്ലി താഴെ നിന്ന് അമ്മ വിളിക്കാൻ തുടങ്ങി. സർ, അമ്മ വിളിക്കുന്നുണ്ട്, പിന്നെ സംസാരിച്ചാലോ? അല്ലി ചോദിച്ചു.
ഓക്കെ കൃതി, ബൈ. ബൈ സർ. ആദ്യം ഫോൺ വച്ചിട്ടും കൃതി വാട്ടർ ബോട്ടിലെടുത്ത് വെള്ളം മുഴുവൻ വായിലേക്ക് കമഴ്ത്തി. ഈ മനുഷ്യൻ ഇഷ്ടമാണെന്ന് പറയാതെ എൻ്റെ അവസ്ഥ ഇതാണ്. ഇക്കണക്കിന് എന്തെങ്കിലും ഇഷ്ടം പറഞ്ഞാൽ ഞാൻ ശ്വാസം കിട്ടാതെ മരിച്ചു പോകുമല്ലോ ദൈവമേ. അവൾ നെഞ്ചിൽ കൈവച്ചു. അന്ന് തന്നെ അനി മാലതിയെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. ആദ്യയെ അനി ചെന്ന് കണ്ടത് പറഞ്ഞപ്പോൾ അവർക്ക് അത്ര ഇഷ്ടമായില്ലെങ്കിലും ആദ്യ വിവാഹത്തിന് സമ്മതിച്ചു പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. അങ്ങനെ നിശ്ചയത്തിനുള്ള തീയതി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ അല്ലിപ്പഴന്ന് ചെക്കനെ കിട്ടി. ഞാനും നീയും ഫ്രണ്ട്സ്, നമ്മുടെ കെട്ടിയന്മാരും ഫ്രണ്ട്സ്. എന്ത് രസമാവല്ലേ? ആര് ചോദിച്ചു. അല്ലി അവിടെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇനിയെങ്കിലും സന്തോഷിക്കേണ്ട പെണ്ണേ, ആര് പറഞ്ഞു. അല്ലി അവരോട് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടതും ആലിയുടെ മുഖം മാറി. അത് കൊള്ളാലോ, ഇതൊന്നും ശരിയാവില്ല അല്ലി, നമുക്കിത് വേണോ? ആലി ചോദിച്ചു. എൻ്റെ പൊന്നാലി, എന്നെപ്പോലെ നീ അവനെ കാണരുത്. നമ്മളെപ്പോലെ ഇങ്ങനെ കലവിൽ സംസാരിച്ചു വയ്ക്കുന്ന ടൈപ്പല്ല അവൻ. ഇൻട്രോവേർട്ടാണ്. ഞാൻ എങ്ങനെയാണ് അവൻ്റെ ഫ്രണ്ടായെന്ന് എനിക്കേ അറിയൂ. അവൻ അവൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞില്ലേ? അല്ലിയും അവളുടെ ഇഷ്ടം പറഞ്ഞു. പിന്നെ നീ എന്തിനാ എങ്ങനെ പറഞ്ഞേ? ഇറ്റ്സ് ദെയർ ലൈഫ്. സാം ആലിയോട് പറഞ്ഞു. നിനക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുമല്ലോ അല്ലേ അല്ലി? സാം ചോദിച്ചു. ആ ആളെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്ന തോന്നുന്നു സാംച. മനസ്സിൽ കാത്തു വെച്ച സ്നേഹമൊക്കെ ആ ആളിലേക്ക് ഒഴുക്കി വിടാനാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ആലിയോട് കല്യാണം വേണ്ടെന്ന് ഇരിക്കാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തന്നെ അറിയായിരുന്നു അത് പറ്റില്ലെന്ന്. എന്താണെന്ന് മനസ്സിലാത്തൊരു കണക്ഷൻ എനിക്ക് ആദ്യം മുതൽ ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഇടയിൽ. ഫോൺ സംസാരിച്ചപ്പോഴും നേരിട്ട് കണ്ടപ്പോഴും ഒക്കെ ഞാൻ അറിഞ്ഞ ആള് മുൻപ് അറിഞ്ഞ ഒരാളെ പോലെയല്ല. നമ്മൾ ഡെയിലി ന്യൂസിൽ കാണുന്ന നീശക്കാരനായതേ അല്ല. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാൾ. കൂടുതൽ അറിഞ്ഞപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും വഴക്ക് മൂലം ബാല്യം നഷ്ടപ്പെട്ട ഒരാൾ. സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കുക. അതല്ലേ എൻ്റെ വീട്ടിലെ സ്നേഹം കണ്ട് അതിനു വേണ്ടി കല്യാണത്തിന് സമ്മതിച്ചത്. എനിക്കറിയാം എന്നെ സ്നേഹിക്കാനും ഭാര്യയായിട്ട് കാണാനും ഒക്കെ സമയമെടുക്കുമായിരിക്കും. പക്ഷേ ആളുടെ കൂടെ ഞാനുണ്ടാവണം, അത്രയേ ഉള്ളൂ എനിക്ക്. അല്ലി പറഞ്ഞു നിർത്തി. സാമും ആനിയും അവളെ അന്തം വിട്ട് നോക്കി നിന്നുപോയി. നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ അല്ലി അവനെ? സാം ചോദിച്ചു. അതെനിക്കറിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല, അവർ രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു. പക്ഷെ സത്യമാണ്. ആലി എന്ന് അല്ലിയെ കെട്ടിപ്പിടിച്ചു. ആദ്യം നിന്നെ സ്നേഹിച്ചോളൂ അല്ലി, നിന്നെ സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. സ്നേഹിക്കും, എനിക്കറിയാം. ഒരിക്കൽ മറ്റെന്തിനേക്കാളും IPS എന്നെ സ്നേഹിച്ചോളൂ, എനിക്കത് ഉറപ്പാണ്.